അപ്പോൾ ഇന്ന് എൻ്റെ ഗാർഡനിലേക്കൊന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ അത് എൻ്റെ മിറാക്കിൾ ഫ്രൂട്ട് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറി അതിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാവുമെന്നറിയില്ല. ഒരു പൂവ് അതാ അവിടെ കുറേ ഉണ്ട്. കുറേ പൂക്കൾ വന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഏതാ 2-3 പൂക്കളുണ്ട്. അതിൻ്റെ ചുറ്റുമുണ്ട് പൂക്കൾ. കായാകുമോ അതിങ്ങനെ കുറച്ച് നാളായിട്ട് മുരടിച്ച് നിൽക്കുമായിരുന്നു. ഇതെൻ്റെ ക്യാബേജ്. ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നട്ട ക്യാബേജ് തൈ ഇപ്പോൾ പതുക്കെ കയറി വന്ന് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യത്തെ വട്ടം തക്കാളികളൊക്കെ ഒരുവിധം കായ് കിട്ടി. രണ്ടാമത്തെ സെറ്റ് നട്ടതാണ്. അപ്പോൾ ഇത് ചീര, ഇപ്പോൾ കുറച്ച് വെയിലായത് കാരണം ചീര നട്ടിട്ടുണ്ട്. മുളക് പൂട്ടു. ഞാൻ എല്ലാം ചട്ടിയിലാണ് കേട്ടോ നടുന്നത്. കാരണം പുറത്ത് നട്ടാൽ കോഴിയെല്ലാം ചകഞ്ഞ് കളയും, പിന്നെ ഉണ്ടാവുമില്ല, മണ്ണ് തല്ലിപ്പോവും. എൻ്റെ മുല്ലവള്ളി പതുക്കെ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പൂക്കളുണ്ടായി. ഇത് ചുമന്ന ചീര ഇപ്പോൾ മുളച്ച് വരുന്ന കുറച്ച് പറിച്ച് നട്ടു. ബാക്കിയൊക്കെ ചട്ടിയിൽ ഇങ്ങനെ 1-2 വീതം നിർത്തിയേക്കുന്നതാണ്. തക്കാളിയാണ്. തക്കാളി അയിലയിലൊക്കെ ഓരോന്ന് പഴുത്ത് നിൽക്കുന്നുണ്ട്. കുറേ പറിച്ചു. പിന്നെ കുറച്ച് പച്ചയുണ്ട്. അപ്പം ഡെയിലി 1-2 ചുമന്ന തക്കാളി കിട്ടും. അപ്പോൾ അതങ്ങനെ പറിച്ചു കൂട്ടി വെക്കും. എല്ലാം ചട്ടികളിലാണ്, അല്ലെങ്കിൽ കോഴിയൊന്നും തരില്ല. ഇതൊരു ബക്കറ്റിൽ സ്വീറ്റ് കോൺ നട്ടാണ്. ഇത് പൂവിട്ടിട്ടില്ല, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്നുണ്ട്. വാടാമല്ലി എൻ്റെ വേറൊരു സ്വീറ്റ് കോണാണ്. അത് ഓൾറെഡി കൊല വന്നു, പൂവിട്ടു. ഇനിയിപ്പോൾ അത് കുറച്ച് കഴിയുമ്പം പറിക്കാറാവും. പിന്നെ ഇതൊരു മുത്തശ്ശി വഴുതനയാണ്. അത് കുറേ പുഴു തിന്നും, ബാക്കി വീണ്ടും അതിൽ വരും. ഇതെൻ്റെ മുരിങ്ങ ഞാനൊന്ന് വെട്ടിക്കൊടുത്തായിരുന്നു, വീണ്ടും തളിർത്ത് വന്ന ചെടിച്ചട്ടിയിലുള്ള. ഇത് സ്വീറ്റ് കോൺ തോട്ടം. അവർ കുറേ നട്ടിട്ടൊരു കുറച്ചൊക്കെ കയറി വന്ന് കുറച്ച് മുരടിച്ചുകൊണ്ട് ചിലത് പൂവിട്ടു. ഇത് വെറുതെ അടുക്കളയിലുണ്ടായിരുന്ന ഉള്ളി, ഒരു ബീൻസിൻ്റെ തൈയാണ് കേട്ടോ അത്. ചെറിയുള്ളി എടുത്ത് വെറുതെ ഒന്ന് മണ്ണിൽ കുത്തി വെച്ചപ്പോൾ അവർ ഉണ്ടായി വരുന്നുണ്ട്. അതിനിടയ്ക്ക് ചീര. ഇതൊക്കെ ഇങ്ങനെ ഷാബിയായിട്ട് കിടക്കുന്ന ചീര പറിച്ച് നട്ടാണ്. പക്ഷേ കോഴി അറിയാതിരിക്കാൻ വേണ്ടിയാണ് കുറേ കമ്പും ഇലകളും എല്ലാം കൂടെ കൂട്ടി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ പുറത്ത് വർക്ക് ഏരിയയിൽ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ചട്ടികളിലെ ചെടികളാണ്. പാലക്ക്, ചീര. അപ്പോൾ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലും വെച്ചിട്ടുണ്ട്. വെയിലടിക്കുന്ന ഏരിയയിൽ കാന്താരിയും ചീരയും ഒന്നിച്ച് വെക്കുന്നു. വേറൊരു മുളക് ചെടി. ഇതെൻ്റെ മുറ്റത്തുള്ള 3 ചട്ടി. അത് ബീൻസ് ഇതേ പൂവിട്ട് വെപ്പുണ്ട്. ഇത് 3 ഒരു മൈലാഞ്ചിയുടെ കുറ്റിയാണ്. അത് ഇതേ പടർന്നു വരുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് പയർ. അപ്പോൾ എൻ്റെ 3 മൈലാഞ്ചി ചട്ടികൾ. അപ്പോൾ ഇന്നത്തെ വ്യൂസ് ഇത്രയാണ്. ബ്രൊക്കോളി പുഴു തിന്നു അതിൻ്റെ ഇലകളൊക്കെ. ഇത് ഞൊട്ടാഞ്ഞൊടിയനും ബ്രൊക്കോളിയും ഒന്നിച്ച് വെക്കുന്നു. ഇപ്രാവശ്യമെങ്കിലും പൂടുമെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാഴ്ചകൾ. പിന്നെ ഇത് എൻ്റെ ഞൊട്ടാഞ്ഞൊടിയൻ്റെ എല്ലാം കായായി മാറിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പടർന്നു വന്നിട്ടുണ്ട്. ഇത് വളരെ ഔഷധ ഗുണമുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാനങ്ങനെ അരി വരുത്തിച്ച് പാകിയതാണ്. അല്ലെ പണ്ടൊക്കെ നമുക്ക് പറമ്പുകളിൽ ഇഷ്ടം പോലെ ഇത് കാണാമായിരുന്നു. ഇപ്പോൾ എവിടെയും കാണാനില്ല. അപ്പോൾ അതിലൊരുപാട് കായ പിടിച്ചിട്ടുണ്ട്. ആദ്യം കുറേ പൂ പൊഴിഞ്ഞു പോയി. അപ്പോൾ ഇതെല്ലാം കായായി മാറിയിട്ടുണ്ട്. പഴുത്തിട്ടില്ല. അപ്പോൾ പഴുക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് തക്കാളി വിളവെടുപ്പ്. അപ്പോൾ കുറേ പാലക്ക ഉണ്ടായിരുന്നു. പാലക്കിൻ്റെ ചീരയും കുറച്ച് തക്കാളിയും പറിച്ചെടുത്തു. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്.